നമസ്കാരം. വ്യത്യസ്തൻ വരാൻ പോകുന്ന വലിയൊരു വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരും കുറഞ്ഞത് 500 വർഷത്തെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാത്തവരുമായ പുതിയ തലമുറ യൂറോപ്യൻസിനെയും സായിപ്പിനെയും കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അധിനിവേശ ദുരന്തത്തിന് വിധേയരായി പോകും. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ വളർത്തിയെടുത്ത സ്നേഹവും ലാളിത്യവും സായിപ്പന്മാർ ചൂഷണം ചെയ്യും. ഒരു കാലത്തെ കള്ളന്മാരും ചൂതാട്ടക്കാരും കൊടും ക്രിമിനലുകളും കൊലയാളികളുമായിരുന്ന ഒരു കൂട്ടം തടവുകാരെ നാടുകടത്തപ്പെട്ട സ്ഥലമായിരുന്നു അമേരിക്ക. ബ്രിട്ടനായിരുന്നു കൂടുതലായും ഇത്തരം ക്രിമിനലുകളെ അവിടേക്ക് നാടുകടത്തിയിരുന്നത്. കൂടുതലും സായിപ്പന്മാർ തന്നെ. കറുത്തിരുണ്ട ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തേക്കാൾ ഭയാനകമായിരുന്നു അന്നത്തെ അമേരിക്ക. മാനവികതയുടെ ലെവലേഷൻ ലക്ഷണങ്ങൾ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാതെ മൃഗീയതയുടെ ആക്രമണ സ്വഭാവങ്ങളിലൂടെ പഴയകാല അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരെ നിരന്തരം കൂട്ടക്കൊല ചെയ്യുകയും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ മൂല്യധാരയിലേക്ക് അവരെ അടുപ്പിക്കുക പോലും ചെയ്യാതെ ഒരുതരം ആക്രാന്ത സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സായിപ്പന്മാർ മാത്രം മുന്നേറി. സായിപ്പന്മാർ സ്നേഹിക്കാൻ അറിയാത്തവരാണ്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. പഴയകാല ഇംഗ്ലീഷ് സിനിമകൾ അന്നത്തെ യൂറോപ്യൻ മാനവികതയെ ദൃശ്യവൽക്കരിച്ചതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സീറോ മൂല്യങ്ങളില്ലാത്ത ജീവിതാവിഷ്കാരങ്ങളായിരുന്നു അതെല്ലാം. തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വെടിവെച്ച് കൊന്നുകളയുന്ന സായിപ്പിൻ്റെ ക്രൂരമായ തനി സ്വഭാവം ഇന്നും തുടരുകയാണ്. അവർ അത് പുതിയ തലമുറകളിലേക്ക് പങ്കുവയ്ക്കുകയും കുട്ടികളും ആ സ്വഭാവം തന്നെ വെച്ച് പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നടക്കുന്ന കുട്ടികളുടെ കൂട്ടക്കൊലകൾ ആഴ്ചകൾ തോറും അവിടങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടികൾക്കും ആയുധം കൊടുത്ത് വെറും നിരപരാധികളായവരെ കൊല്ലുന്ന സ്വഭാവ രൂപീകരണം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ജന്മന ഉണ്ടാകുന്നതാണ്. ജീവസന്ധാരണത്തിലൂടെ നടക്കുന്ന പാരമ്പര്യമാണത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ലോകമനുഷ്യൻ ഇത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നതുമാണ്. അങ്ങനെയാണ് അവർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം പണിതത്. സ്നേഹം, ലാളിത്യം, സൗഹൃദം, നന്ദി മുതലായ മനുഷ്യത്വപരമായ മൂല്യങ്ങൾ അവർ വാക്കാൽ മാത്രം പ്രയോഗിക്കുകയാണ്, പ്രവൃത്തിയിൽ കഴുത്തറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക സമാധാനത്തിൻ്റെ മെക്കാനിസത്തിൽ പെയിൻ്റടിക്കൽ മാത്രമാണവർ മറ്റുള്ളവർക്ക് നൽകുക. സമാധാനത്തിൻ്റെ വാഹനം അവർ തന്നിഷ്ടപ്രകാരം ഓടിക്കും. മെക്കാനിസം അവർ മറ്റുള്ളവർക്ക് അവകാശമാക്കി തരികയും ഇല്ല. എക്കാലത്തും അവർ കൂട്ടുപിടിക്കുന്നത് ബൈബിളിനെയാണ്. പഴയകാല ജീർണതയിൽ എങ്ങനെ പിടിച്ചുപറിക്കാരായ ഒരു സമൂഹം അന്യോന്യം കൊള്ളയടിച്ചും കൊലവിളിച്ചും യഹോവയുടെ പേര് പറഞ്ഞ് സാധൂകരിച്ച് അനുഗ്രഹാശിസുകൾക്കായി ഹോമവും ബലിയും കഴിച്ച് അതാണ് ശരി എന്ന് ആക്രോശിച്ച് ഇന്നും മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. ആ പഴയ ബൈബിളിനെ തൊട്ട് ആണയിട്ട് ആധുനിക സംസ്കാരത്തെ ചവിട്ടിയരച്ച് ബ്രോയിലർ കോഴികളെ പോലെ ബന്ധനസ്ഥരായ ബലഹീന മനുഷ്യരെ എത്ര പെട്ടെന്ന് കഴുത്തറക്കുന്നു എന്ന് ഇന്ന് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അരക്ഷിത ബോധം മനുഷ്യൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തി കളയുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ചതിവും വഞ്ചനയും കൊണ്ടുള്ള സർവ്വ കുബുദ്ധികളെയും ക്രോഡീകരിച്ച് ആധുനിക ബുദ്ധിവൈഭവത്തിൻ്റെ കണ്ടുപിടുത്തത്തെ പോലും വളച്ചൊടിച്ച് അവർക്ക് മാത്രമായി നിലനിർത്തിയിരിക്കുന്നു. ലോക ഭൂപടത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വസിക്കുന്നവരെ ചൂഷണം ചെയ്യുവാൻ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ തന്നെ പുതിയ വല നെയ്ത് അതിൻ്റെ ബന്ധനത്തിനുള്ളിലാക്കി നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതൊരു കാലത്തും സായിപ്പിന് കൈകൊടുക്കുവാൻ 2 വട്ടം ആലോചിക്കുക. സായിപ്പ് ഐക്യുവിൻ്റെ എണ്ണം കുറഞ്ഞവരാണ്. ബുദ്ധിവൈഭവത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അഥവാ ബുദ്ധിശൂന്യരാണ് എന്നാണ് അറിയേണ്ടത്. സായിപ്പന്മാർക്ക് കുബുദ്ധി മാത്രമാണുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന്. നമസ്കാരം. വ്യത്യസ്തൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്.